നിരന്തരം തേച്ചുമിനുക്കി കാലത്തിന്റെ പുതുമകളെ ആർജവത്തോടെ ആവാഹിച്ച് മലയാളത്തിന്റെ മഹാനടൻ മറ്റൊരു പുരസ്കാരത്തിന്റെ നിറവിലലിയുന്നു. ചാത്തൻ പിടിച്ചടക്കിയ കൊടുമൺ പോറ്റിയായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭാവത്തിലെത്തി ഭയപ്പെടുത്തി ആ മനുഷ്യൻ വീണ്ടും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം കൈപ്പിടിയിലൊതുക്കുന്നു. 80കളിൽ തുടങ്ങിവെച്ച പുരസ്കാര കൊയ്ത്ത് 2025 ആണ്ടിലും അവസാനിപ്പിക്കാത്ത മെഗാസ്റ്റാർ. അഭിനയ ജീവിതത്തിലെ 7ാമത്തെ സംസ്ഥാന പുരസ്കാരം, 3 വർഷത്തിനിടയിൽ 2ാമത്തേത്. തികച്ചും വിഭിന്നമായ സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നൻപകലിലൂടെ നേടിയെങ്കിൽ അതിൽ നിന്നും വിഭിന്നമായ പോറ്റിയിലൂടെ വീണ്ടും ഒരു അവാർഡ് നേട്ടം. കൊടുമൺ പോറ്റി, ചാത്തൻ എന്നീ കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാഭിനയ മികവിനും താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതിനായക വേഷത്തിന്റെ പകർന്നാട്ട പൂർണ്ണതയ്ക്കുമുള്ളതാണ് ഈ പുരസ്കാരം. പ്രഖ്യാപനത്തിനു പിന്നാലെ വന്ന ഈ നിരീക്ഷണം ആ കഥാപാത്രത്തിനും വ്യക്തിക്കും അത്രത്തോളം യോജിച്ചതാണ്. അഭിനയ കുലപതി എന്ന് ആ പേരിനൊപ്പം ചേർത്ത് വിളിക്കുന്നതിന് കാരണം ഇതൊക്കെ തന്നെ. അസുഖബാധിതനായി ഇടയ്ക്കെപ്പോഴോ മലയാളിയുടെ മുന്നിൽ നിന്നൊരു അവധിയെടുത്തെങ്കിലും പഴയതിനേക്കാൾ ആർജവത്തോടെ അദ്ദേഹം തിരിച്ചെത്തി. അതിനെ മലയാളി ആഘോഷമാക്കി. വർഷാവർഷമെത്തി വിസ്മയിപ്പിക്കുന്ന പുതിയ പരീക്ഷണങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇടം നൽകുന്ന മമ്മൂക്കയുടെ പുത്തൻ പരീക്ഷണങ്ങൾക്കായി, പുത്തൻ പകർനാട്ടങ്ങൾക്കായി കാത്തിരിപ്പിലാണ് ഓരോ മലയാളിയും. അധികാരപരിധി തീരും വരെ അയാളിവിടെ ഭരിക്കും. അറിയാലോ, മമ്മൂട്ടിയാണ്.